നമുക്കിപ്പോൾ മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശൻപറമ്പിൽ ചേരുന്നുണ്ട്. ശ്രീ ആന്റണി, തെരുവോരങ്ങളിലെ ജീവിതങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. തെരുവോരങ്ങളിലുള്ള ആളുകളുടെ എണ്ണം ഒരുപാട് കൂടുകയുമാണ്. അപ്പം എവിടെ നിന്നാണ് ഇവർ വരുന്നത്? ഇവരുടെ ഒരു കൃത്യമായ കണക്ക് നഗരസഭയ്ക്കുണ്ടോ? ഇവരെ പാർപ്പിക്കാനായി, അതായത് ജോലിക്കും മറ്റുമായി ധാരാളം ആളുകൾ വരുന്നുണ്ട്, അവർക്ക് അന്തി ഉറങ്ങാൻ സ്ഥലമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഇവരെ കൃത്യമായി പാർപ്പിക്കുവാൻ ഒരു സംവിധാനമുണ്ടോ? അതിലേക്കൊക്കെയല്ലേ കാര്യങ്ങൾ പോകേണ്ടത്? ഇത് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ നടത്തിയിട്ടുള്ള സർവേ 2017-ലാണ്. ആ 2017 നമ്മുടെ സംസ്ഥാനത്ത് 3000-ഓളം ഇതുപോലെ തന്നെ തെരുവിൽ അന്തിയുറങ്ങുന്ന ആളുകളുണ്ട് എന്നാണ് ആ സർവേ പറയുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ വരുന്ന ആളുകളെ കൃത്യമായി മോണിറ്റർ ചെയ്ത് അവർക്ക് വേണ്ട ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സാധാരണ ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. ഇത് സർക്കാർ തലത്തിലാണ്. കാരണം നമ്മുടെ ഇന്ത്യ വിട്ട് പുറത്തോട്ട് പോയാൽ അവിടെയെല്ലാം ഈ പറയുന്ന അവിടുത്തെ ആരാണോ ഭരണകൂടം, ആ ഭരണകൂടമാണ് ഇതെല്ലാം ഏറ്റെടുക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിലവിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദൈനംദിന കാര്യങ്ങൾ നടത്താൻ പോലും സർക്കാർ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന പൈസ തരാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. ഇപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ കുറവാ സംഘം വന്ന് താമസിച്ച കുണ്ടന്നൂർ പാലത്തിൻ്റെ താഴെ ഞങ്ങളത് നഗരസഭ അവരെ പൂർണ്ണമായി ഞങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ട നടപടികളുമായി അവിടെ ചെല്ലുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടക സ്റ്റേറ്റിൽ അവിടെ ഈ മൈസൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവരവിടെ താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് വീടും പറമ്പും എല്ലാം ഉണ്ട്. കാരണം അവിടെ ചെല്ലുമ്പോൾ 3 സ്കൂട്ടറാണ് ഈ പറയുന്ന കർണാടക രജിസ്ട്രേഷൻ 3 സ്കൂട്ടറാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന പൈസ അവരങ്ങോട്ട് കൊണ്ടുപോകണം. പക്ഷേ അത് അവർക്ക് അവിടെ വീടില്ലാതെ ഇവിടെ വന്ന് താമസിക്കുന്നതല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായി മോണിറ്റർ ചെയ്തിട്ട് ഇപ്പോൾ അതിദരിദ്രരെ തിരഞ്ഞെടുക്കുന്ന ഒരു നടപടിക്രമം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ പോലും നമുക്ക് കൃത്യമായി ആരാണ് ഇതുപോലെ തന്നെ അവിടെ വീടില്ലാതെ ഇവിടെ വഴിയോരങ്ങളിൽ വന്ന് താമസിക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. ശ്രീ ആന്റണി, ഇപ്പോൾ വഴിയോരങ്ങളിൽ നിരവധി ആളുകൾ ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ അവരെ സാധാരണ നില നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്ക്വാഡോ മറ്റോ പോകുന്നു, അവരെ കസ്റ്റഡി എന്ന വാക്ക് ശരിയാണെന്നറിയില്ല, അങ്ങനെ അവരെ കൂട്ടുന്നു. അവരെ കൂട്ടി ഏതെങ്കിലും ഒരു പ്രത്യേകമായ സ്ഥലമുണ്ടോ അവിടെ കൊണ്ടുപോയി അവരെ അവിടെ പാർപ്പിക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അതിനൊപ്പം തന്നെ അവരുടെ വിവരങ്ങൾ, അവരുടെ പശ്ചാത്തലം, അവരുടെ കൈരേഖ അടക്കം നമുക്ക് ഔദ്യോഗികമായി രേഖപ്പെടുത്താൻ അങ്ങനെ എന്തെങ്കിലും സംവിധാനമുണ്ടോ? കൊച്ചി പോലൊരു മെട്രോ നഗരത്തിൽ, ഈ മരട് പോലെയുള്ള പ്രധാനപ്പെട്ട മേഖലകളിൽ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്താൻ കഴിയുന്നതാണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് പ്രായോഗികമല്ല. കാരണം ഈ പറയുന്ന ആളുകൾ ഇപ്പോൾ ഏറ്റവും വലിയ നമുക്കിവിടെ വെല്ലുവിളിയാണ് ഈ വഴിയോരങ്ങളിൽ നടക്കുന്ന ഈ തെരുവ് നായ്ക്കൾ. അവരെ പോലും കൊണ്ടുപോയിട്ട് ഒരു ഷെൽട്ടറിൽ കൊണ്ടുപോയിട്ട് ഒരു ABC പദ്ധതി നടപ്പിലാക്കാൻ പോലും നമുക്ക് ഈ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. കാരണം അത് ഇപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ വളരെ 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ പദ്ധതി നടക്കുന്നത്. അപ്പോൾ അതിൽ ഒത്തിരി ഭാരിച്ച ചിലവ് വരുന്ന കാര്യമാണ് ഇതുപോലെ ഈ പറയുന്ന തെരുവോരങ്ങളിൽ നടക്കുന്ന മനുഷ്യരെ നമുക്ക് അവിടെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ. മരടിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് പേര് മാത്രം. കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ കൊട്ടക്കുഴി വഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ നമ്മളന്ന് ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് മറ്റ് സ്ഥലങ്ങളിലും നമ്മൾ പരിശോധിച്ചപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതുപോലെ തെരുവിൽ കിടന്നുറങ്ങുന്നുള്ളൂ. പിന്നെ തൊട്ടടുത്ത് തന്നെ നാടോടികൾ വന്ന് കൊട്ടകളും മറ്റും ഉണ്ടാക്കി വിൽക്കുന്ന ആളുകളുണ്ട്. അവർ തെരുവിലല്ല, ഏതെങ്കിലും സ്വകാര്യ പറമ്പിൽ ടെൻ്റ് അടിച്ചാണ് അവർ കിടക്കുന്നത്. തെരുവിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഈ പാലത്തിൻ്റെ ചുവടിലും മറ്റു റോഡിലും കിടക്കുന്ന ആളുകൾ മരടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന കുട്ടവഞ്ചിക്കാർ മാത്രമാണ്. അവരെ നമ്മൾ പൂർണ്ണമായി ഒഴിപ്പിച്ച് നമ്മൾ ആദ്യ പ്രാവശ്യം ഒഴിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ കൃത്യമായി അതിനൊരു ഷെൽട്ടർ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നഗരസഭയുടെ തന്നെ ഒരു ഹാളുണ്ട് ഇവിടെ. ആ ഹാളിൽ താമസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്കൊരു 3 ദിവസം സമയം തരണം. ഞങ്ങൾ 3 ദിവസം സമയം തന്നാൽ ഞങ്ങളുടെ സ്വന്തം ചെലവിൽ തന്നെ ഞങ്ങൾ മാറി താമസിച്ചോളാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളന്ന് ഞങ്ങളുടെ ആ ഹാളിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാതെ ഞങ്ങൾ അവർക്ക് 3 ദിവസം സമയം കൊടുത്തത്. കൃത്യമായിട്ട് അവർ ആ 3 ദിവസമായപ്പോൾ അവരിവിടെ നിന്ന് ഒഴിഞ്ഞു പോയി നമ്മുടെ നെട്ടൂർ തന്നെ മറ്റൊരു സ്ഥലത്ത് വാടകയ്ക്ക് റൂം എടുത്തതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. ശരി, ഏതായാലും ഇതാണ് മരട് നഗരസഭാ ചെയർമാന് പറയാനുള്ളത്. അതൊരു പരിച്ഛേദമാണ്. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക്, അവിടുത്തെ ഭരിക്കുന്ന പ്രസിഡന്റോ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾക്കോ നഗരസഭാ അംഗങ്ങൾക്കോ മുനിസിപ്പൽ അംഗങ്ങൾക്കോ കോർപ്പറേഷനുകൾ പോലും അവർക്ക് പ്രത്യേകിച്ചൊരു റോളുമില്ല, ഒരു അധികാരവും അവരുടെ കൈവശമില്ല. ഇങ്ങനെയുള്ള ആളുകളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് എവിടെയെങ്കിലും പാർപ്പിക്കുന്നതിനുള്ള സംവിധാനമില്ല. അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കാർ പാർക്കിങ്ങിന് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് അവർ
അവർക്ക് വീട് താമസിക്കാനുണ്ട്, അല്ലെങ്കിൽ അവർ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമെന്നുള്ളത്. പക്ഷേ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ, വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ, അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾക്ക് അവിടേക്ക് പോകാനൊരു സാധ്യത കൂടി. മാത്രമല്ല ഇങ്ങനെ യഥേഷ്ടം തെരുവിൽ കിടന്നുറങ്ങാം, ആരും ചോദിക്കാനും പറയാനുമില്ല എന്ന സ്ഥിതി മാറണമല്ലോ. കാരണം ക്രൈമൊക്കെ വർദ്ധിച്ചു വരികയാണ്. കുറുവാസംഘം അടക്കം അവർ തങ്ങിയത് നഗരത്തിലൊരു പാലത്തിനടിയിലായിരുന്നു. അപ്പോൾ ക്രൈമൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നതുകൂടി അറിയണം. അതേസമയം തന്നെ ബാലാവകാശവുമായി ബന്ധപ്പെട്ടൊക്കെ ചിന്തിക്കുമ്പോൾ, സ്ത്രീ അവകാശവുമായി ബന്ധപ്പെട്ടൊക്കെ ചിന്തിക്കുമ്പോൾ, സ്ത്രീകളും കുട്ടികളൊക്കെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ ഇങ്ങനെ പലയിടത്തും തെരുവിൽ കിടന്ന് ഉറങ്ങുകയാണ്. അവർ പലവിധ ചൂഷണത്തിന് ഇരയാകുന്നുണ്ടാകാം. പക്ഷേ ഇവരെക്കുറിച്ച് ആരും തിരക്കുന്നില്ല, അതേക്കുറിച്ച് അന്വേഷണമില്ല, അവരെ എവിടേക്കും കൊണ്ടുപോകുന്നില്ല. അത് വലിയൊരു ഗൗരവതരമായ പ്രശ്നമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇന്നലെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ 2 നഗരങ്ങളിൽ ഇവിടെ നമ്മൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും നടത്തിയ അന്വേഷണത്തിലാണ് ഈ ദൃശ്യങ്ങളും ഈ പ്രതികരണവും ഒക്കെ വരുന്നത്. ഇനി കോഴിക്കോട്ടെ കൂടി നമുക്ക് പോകാം. അവിടെയുണ്ട്. ഇംതിയാസ്, തെരുവോരങ്ങളിലെ ജീവിതങ്ങളെ പറ്റി പലതും നമ്മളിപ്പോൾ ഈ ഒരു വാർത്തയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഉണ്ടായ അപകടത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ആളുകൾ ഇങ്ങനെ പലയിടത്തു നിന്നായിട്ട് എത്തുന്നു, മറ്റ് ചില ആളുകൾ സാമൂഹ്യ വിരുദ്ധരെന്ന് മുദ്ര കുത്തുന്നു. അപ്പോൾ ശരിക്കും ഇവരുടെ ഒരു കുത്തൊഴുക്ക് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം? ഇവർ എത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? നമുക്ക് സർക്കാരിന് അതിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ജയലക്ഷ്മി, ഇന്നലെ നമ്മൾ കോഴിക്കോട് നിന്ന് കണ്ട സ്റ്റോറിയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ 3 ജീവിതങ്ങളെ, 3 വ്യത്യസ്ത രീതികളിൽ കഴിയുന്ന ആളുകളെ നമ്മളതിൽ കാണിച്ചിട്ടുണ്ട്. ഒന്ന്, കുടുംബമായി റോഡ് സൈഡിൽ കഴിയുന്ന ഒരു വിഭാഗം. അതിനപ്പുറത്ത് പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തി നിരവധി മനുഷ്യർ കടത്തിണ്ണകളിലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുമൊക്കെ അന്തിയുറങ്ങുന്ന കാഴ്ച. ഇതായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത്, ഇന്നലെ പലരോടുമായി സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ നിരന്തരം വീട്ടിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് വീടില്ലാത്തവർ ഇങ്ങനെ പല രീതിയിൽ എത്തിയവരാണ്, പല രീതിയിൽ തെരുവിലിറക്കപ്പെട്ടവരാണ്, ഇങ്ങനെ അന്തിയുറങ്ങുന്നവരല്ല. ഇതിനപ്പുറത്തേക്ക് ഉള്ള മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള, സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ഇത്തരം ആളുകളും ഇക്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, രാത്രി 8 മണിയായി കഴിഞ്ഞാൽ തന്നെ കോഴിക്കോട്ടെ KSRTC ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരം, കോഴിക്കോട് ബീച്ച്, ചില പോക്കറ്റ് റോഡുകളിലുള്ള കടത്തിണ്ണകൾ, ഇവിടങ്ങളിലായിട്ടൊക്കെ നിരവധി മനുഷ്യർ 8 മണിയാവുമ്പോഴേക്ക് ഇത്തരത്തിൽ നിരവധി മനുഷ്യർ ഇവിടെ കിടന്നുറങ്ങുന്നത് നമുക്ക് കോഴിക്കോട് നഗരത്തിൽ ചെന്നാൽ നമുക്കൊരു പക്ഷേ കാണാൻ സാധിക്കും. ഒരു 10 മണി കഴിഞ്ഞാൽ, ഒരു 11 മണി 12 മണി ആവുമ്പോഴേക്ക് ഇവിടങ്ങളിലെല്ലാം പോലീസിനെ വിന്യസിച്ച് പോലീസ് എത്തുകയും ഇവിടെ നിന്ന് ഇവരോട് പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയും, ചിലപ്പോൾ ഈ നിർദ്ദേശിച്ചിട്ടും കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ഒരു പക്ഷെ അവർ പോകാൻ തയ്യാറായില്ലെങ്കിൽ ലാത്തി കൊണ്ട് അടിച്ചോടിക്കുന്ന സ്ഥിതിവിശേഷം വരെ കോഴിക്കോട് നഗരത്തിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും നമ്മൾ ഈ സ്ഥലങ്ങളിലെല്ലാം തൊട്ടടുത്ത ദിവസവും ഇവിടങ്ങളിലെല്ലാം അന്തിയുറങ്ങുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കോഴിക്കോട് നഗരത്തിലെ സ്ഥിതിയാണ് ഇംതിയാസ് വിശദീകരിച്ചത്. സമാനമാണ് നമ്മുടെ നഗരങ്ങളിലെല്ലാം.